ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചതാണ് കേട്ടോ, വാഴൻ്റെ ഇലയിൽ. അതിനായിട്ട് ഞാൻ ഇവനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്, വളർത്തുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിത് അതിൽ 3 മീനിനെ എടുത്തിട്ട് ഉണ്ട്. 3 മീനിനെ നന്നാക്കി ഞാൻ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കണം എന്നില്ല കേട്ടോ, നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കീറിയെടുത്താലും മതി. ഞാനത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് മസാലകൾ ചേർക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇനി ഇതിലിട്ട മസാല അല്ലാതെ തന്നെ നമുക്ക് വേറെ മസാല തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ മസാല മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ഹാഫ് ബോയിലിന് നമുക്കിതൊന്ന് എടുക്കണം കേട്ടോ. ഞാൻ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇതിനകത്തിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് മതി. ഇന്ന് നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്താ, ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇതിനുള്ള മസാലയും കൂടെ തയ്യാറാക്കാം കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർക്കുന്നുണ്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും, കാരണം നമ്മളത് അരിഞ്ഞു വെച്ചതാണല്ലോ. അതുപോലെ എല്ലാ ചെറിയ ഉള്ളി ഞാൻ ഒന്നിച്ച് അങ്ങനെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് വഴണ്ടി കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് നമുക്ക് കുറച്ച് സമയം പിടിക്കും കേട്ടോ, അതൊന്ന് വഴണ്ടി വരാനായിട്ട്. ഇനി അതിനായിട്ട് നമുക്കതിനകത്തേക്ക് ബാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഉണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടെയൊക്കെ മുളക് പൊടിയുടെ ആവശ്യമുണ്ട് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കട്ടെ കേട്ടോ. ഈ ചെറിയ ഉള്ളി വഴണ്ടി കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് കാത്തിരിക്കാം കേട്ടോ. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക, ഒന്ന് പെട്ടെന്നായിക്കോളൂ. തുറന്നു നോക്കാം. ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ശരിയായിട്ട് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കറിവേപ്പില തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് കൂട്ടിയൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അല്പം
കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കട്ടെ കേട്ടോ. എരിവ് അത്യാവശ്യമുണ്ട്, അത്യാവശ്യം എരിവുള്ളതാണ് നല്ലത്. നമുക്ക് ഇതിൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നന്നായിട്ട് നൈസാവാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് കുത്തിയെടുത്തതാണിത്. മസാല ഒന്നിച്ചൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് വേവാനൊന്നുമില്ല കേട്ടോ, നമ്മൾ വഴറ്റിയെടുത്തതല്ലേ. മസാല ഒന്ന് എല്ലായിടത്തും ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മീൻ വറുത്ത ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അതിലേക്ക് പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്, മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയില വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതാണ് ഇത്. വാഴയിലയുടെ നാരും ഞാനത് കെട്ടാനായിട്ട് 2 നാരും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാല ഇതിലൊന്ന് പരത്തി കൊടുക്കാം. അതിലെ പകുതി മസാല ഞാൻ ഇലയിൽ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഓരോ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പീസ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് മസാല, ബാക്കിയുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇതാ ഞാനിത് ആ നാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടിയത് കൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ എനിക്കത് കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അധികമൊന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് ചട്ടിയിലൊന്ന് പുരട്ടി കൊടുക്കാൻ മാത്രം മതിയേ. ഒന്നിച്ച് എല്ലായിടത്തും ഒന്ന് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിനൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. മറിച്ചിടട്ടെ. മറിക്കാൻ നല്ല പ്രയാസമുണ്ട് കേട്ടോ അത്. അയ്യോ, ഓക്കെ. മറിച്ച് വെച്ച് കൊടുത്താൽ നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നല്ല സ്മെല്ല് ഇപ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആ വാഴയിലയുടെ ഒക്കെ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. വാവ്, നല്ല അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കണം. ഞാനത് ആദ്യം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കട്ടെ. പ്ലേറ്റിലേക്ക് എടുക്കാം. കിട്ടുന്നില്ല കേട്ടോ, നല്ല കനമുണ്ട്. അത് കൈ കൊണ്ട് തന്നെ എടുക്കാൻ നോക്കാം. കിട്ടുന്നില്ലല്ലോ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മെല്ലെ മാറ്റിയെടുക്കുകയാണ്. മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതിൻ്റെ പൊതിയൊന്ന് അഴിച്ച് നോക്കാം കേട്ടോ. വാവ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മീൻ പൊള്ളിച്ചത്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല, കറിയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലേ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.